word. But something that cannot be ignored is the role their teachers have played here. So, thanks a ton to all teachers, especially Simi teacher and Trina teacher who prepared the kids for this event, and parents who have always been determined and committed towards the catechism students and their future. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടിക്ക് കടക്കുവാണ്. അതിനു മുമ്പേ നമ്മുടെ ഈ വിശുദ്ധർക്ക് നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കണ്ടേ? എന്നും നമുക്ക് അഭിമാനിക്കാവുന്ന സ്വർണ്ണ കിരീടങ്ങൾ സമ്മാനിക്കുന്ന നമ്മുടെ പിതാക്കന്മാർ റമ്പാൻ പാട്ടുമായി നമ്മുടെ വേദിയിൽ എത്തുകയാണ്. റമ്പാൻ പാട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്? എന്താണ്? ഒരു പാട്ടാണ് നമുക്കറിയാം. പക്ഷേ ഇതിന് നമ്മുടെ ക്രിസ്തീയ ചരിത്രത്തിൽ ഒരു പാരമ്പര്യം തന്നെയുണ്ട്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന വിശ്വാസം ഏറ്റുപറഞ്ഞ ഭാരത അപ്പസ്തലനായ മാർത്തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനം വിവരിക്കുന്ന ഒരു കൃതിയാണ് റമ്പാൻ പാട്ട്. തോമസ് ശ്ലീഹയുടെ ശിഷ്യനായിരിക്കുന്ന തോമസ് മാളിയക്ക് ഇത് രചിച്ചു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ക്രിസ്തീയ പ്രാചീന കലാരൂപമായ റമ്പാൻ പാട്ടിന്റെ ഒരു ദൃശ്യാവിഷ്കാരവുമായി നമ്മുടെ സ്റ്റേജിൽ എത്തുകയാണ് നമ്മുടെ സ്വന്തം പിതാക്കന്മാർ. So, let's move on to the next performance. A splendid, a marvelous performance by our Pidirvedi. The Pidirvedi is as powerful in the church as a father in his family. And when we spell out this word, we recall the contributions they have made towards our church. They have always made the church delighted and proud by their constant efforts as in the tug of war. So, let's welcome the Pidirvedi with a huge round of applause. അതിനുടെ ശേഷം ദ്രുതഗതി കൊണ്ട് ഉടനെ മൈലാപ്പൂരെത്തി. തിരികെ കേരള നാട്ടിൽ താൻ വരുവാൻ തിരുവഞ്ചിക്കുളത്തരൻ മരുമകനാദേശത്തിൽ ചെന്നെത്തി. മലയാളത്തിനു തിരികെ വരുവാൻ കരയാത്ര ചെയ്യുമ്പോൾ മലകമാരുടെ തുണയാലെ മയാറ്റൂതാൻ വന്നെത്തി.
കർക്കിടകം 3-ാം ദിവസം ആരാധനയോടിവയെല്ലാരും അറിവാൻ ദൈവം